Hello everyone, welcome to Serene Vibes. ഇപ്പോൾ രാവിലെ ഇവിടെ 10 മണിയായിട്ടുണ്ട്. ഞാൻ രാവിലെ ജോലിക്ക് വേണ്ടി പോകുകയാണ്. എൻ്റെ ഐ ഡി കാർഡ് കണ്ടില്ലേ, ജോലിക്ക് വേണ്ടിയിട്ട് രാവിലെ പോകുകയാണ്. ഇന്ന് എനിക്ക് ഉച്ച വരെ ഒരിടത്ത് ജോലി, ഉച്ച മുതൽ രാത്രി വരെ വേറൊരിടത്ത് ജോലി, അങ്ങനെ ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പം ലിറ്ററലി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം ഞാൻ എൻ്റെ ബാക്ക് പാക്കിൽ എടുക്കണം. എൻ്റെ ഓക്കെ, നമുക്കിവിടെ കാർ സിസ്റ്റം ഒന്നും ഇപ്പം ഇല്ല, നമ്മൾ റിച്ച് അല്ല. അതുകൊണ്ട് നമ്മളിപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടായ ബസ്സാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ബസ് പാസ് വെച്ചിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ബസ്സിൽ കയറി ഓരോരുത്തരത്തൊക്കെ പോകുന്നത്. ഈ ബസ് പാസ് നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമ്പം നമുക്ക് നല്ലതാണ്. കാരണം 4 months, അതായത് ഒരു സെമസ്റ്ററിലേക്ക് കോളേജ് നമുക്ക് ഒരു സർട്ടൻ എമൗണ്ട് ചെയ്താൽ മതി നമുക്ക്. അപ്പം അൺലിമിറ്റഡ് ആയിട്ട് എവിടെ വേണമെങ്കിലും ആക്സസ് ഉണ്ട്. പക്ഷേ കോളേജ് കഴിഞ്ഞാൽ നമുക്ക് പെർ റൈഡിന് വെച്ചിട്ടില്ല, എനിക്കൊന്ന് 20 റൈഡ്സിനോ മറ്റോ ആണ് ഒരു പേയ്മെൻറ്റ് വരുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം. എനിക്ക് കറക്റ്റായിട്ട് ഇവിടുത്തെ അറിയത്തില്ല, കാരണം ഞാനിപ്പോൾ കോളേജിൽ നിന്ന് എൻ്റെ ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എനിക്ക് ഇപ്പോഴും എൻ്റെ സ്റ്റുഡൻറ്റ് ബസ് വെച്ചാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ബാക്കി എനിക്കൊന്ന് ബൈ നെക്സ്റ്റ് മന്ത് ഞാൻ വീണ്ടും റീചാർജ് ചെയ്യണം. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഭയങ്കര വെയിൽ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ടെമ്പറേച്ചറാണെന്ന്. പക്ഷേ ഇല്ല, വെറും 19-20 ഡിഗ്രി ഉള്ളൂ ഇപ്പം. പക്ഷെ നല്ല ചൂടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ 40 ഡിഗ്രിയിൽ നടക്കുമ്പം നമുക്ക് ഭയങ്കര ചൂടെന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് ഇവിടെ വന്നിട്ട് 20 ആകുമ്പോഴത്തേക്കും പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പോലെ ആയി പോകുക. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മഞ്ഞത്ത് അത്രയും കംഫർട്ടബിൾ ആകും. ലൈക്ക് കുറേ നാളിവിടെ മഞ്ഞായതുകൊണ്ട് മഞ്ഞത്ത് നിന്ന് പിന്നെ നമുക്ക് കുറച്ച് ചൂട് വരുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റാത്ത പോലെ ആയി പോകും. അപ്പം ഞാൻ നാട്ടിലോട്ടൊക്കെ വിളിച്ച് ചോദിക്കുമ്പം എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, നീ നാട്ടിൽ 40-42 ഡിഗ്രിന്ന് പോയതല്ലേ, നിനക്ക് 20 ഡിഗ്രി സഹിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇന്നൊരു ക്ലിയർ സ്കൈ ആണ്, വലിയ ക്ലൗഡ്സ് ഒന്നും ഇല്ല. ഇന്നലെയൊക്കെ ആക്ച്വലി മഴയായിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ചില ദിവസങ്ങളിൽ ഭയങ്കര മഴ, ചില ദിവസങ്ങളിൽ ഭയങ്കര ചൂട്, ചില ദിവസങ്ങളിൽ ഭയങ്കര കാറ്റും തണുപ്പും, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്നിപ്പം ചൂടാണെങ്കിൽ ചിലപ്പോൾ നാളെ മഴയായിരിക്കും. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. എവിടെ പോയാലും കുടയും കൊണ്ട് പോകണം, ആ അവസ്ഥയാണ്. അപ്പം ഞാനിപ്പം ഏതോ പ്രാന്തര കാര്യമൊക്കെ ഉണ്ടാവും. അപ്പം ഞാനിപ്പം ജോലിക്ക് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷം ഞാൻ ജോലിക്ക് ചെന്നിട്ട് വരാം. അല്ല, അങ്ങനെ അങ്ങ് പോയാലോ? നമുക്ക് ഓഫീസിലെത്തുന്നതിന് മുമ്പ് ബസ്സിലത്തെ കാഴ്ചകൾ കാണണ്ടേ? അപ്പോൾ ആദ്യം നമുക്ക് ബസ്സിലൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് പെതി ഓഫീസിൽ പോകാം. ഓക്കെ, അങ്ങനെ ഞാനിപ്പോൾ ഇതാ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പ് മീൻസ് ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയൂലേ, അങ്ങനെ പറയുന്ന ഒരു സ്ഥലമാണിത്. ഇതിന് പറയുന്നത് നോർത്തേൺ ട്രാൻസ്ഫർ ഹബ് എന്നാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ പത്തനംതിട്ട കോട്ടയം ഒന്നും വിളിച്ചു പറയാനൊന്നും ആരുമില്ല. ബസ് വരും, കയറിപ്പോക്കണം ബസ് നമ്പർ നോക്കി. ഇവിടെ നമുക്ക് ബോർഡൊന്നും ഇല്ല, അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ആകെയുള്ളത് ബസ് നമ്പേഴ്സാണ്. ഇപ്പം 1, 2, 3 തൊട്ട് എനിക്കൊന്ന് 7 or 8 വരെ എങ്ങാണ്ടാണ് ഉള്ളത്. അപ്പം 8 ഇപ്പോൾ ഈ 7 ആണെങ്കിൽ 7 SS എന്നുള്ളത് ഇൻബൗണ്ടും ഉണ്ട് ഔട്ട്ബൗണ്ടും ഉണ്ട്. നമ്മളിപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കയറി പോകാൻ. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് എൻ്റെ കോളേജ്. ഞാൻ അവിടെ ആയിരുന്നു പഠിച്ചത്. ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കത്തില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ സിസ്റ്റം. ഇപ്പം ഒരു സൈഡിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്നവർ ഇൻബൗണ്ടിന് കയറാനും അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവർ ഔട്ട് ബൗണ്ടിന് കയറാനും ഉള്ളവരായിരിക്കും. അപ്പം ബസ് വരും, നമ്പർ നോക്കി കയറിപ്പോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്നിറങ്ങും. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി എൻ്റെ കമ്പനി എത്താറായി. നടന്നുകൊണ്ടിരിക്കുന്നുള്ള പിടിച്ചിരിപ്പിച്ച പാതകൾ കണ്ടോ. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സ്ട്രോങ് മൈൻഡ്സ് എന്നാണ് ഈ ഓർഗനൈസേഷൻ്റെ പേര്. ഇവിടെ ഇപ്പം അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആരുമില്ലെങ്കിൽ ഞാൻ തന്നെ ഇത് ലോക്കൊക്കെ തുറന്ന് കയറണം. അതെ, ആരുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ലോക്കൊക്കെ തുറന്ന് നമ്മൾ തന്നെ കയറും. ഇങ്ങനെയല്ല, തിരിച്ചാം. എൻ്റെ ഒരു കാര്യം
ഇതാണ് ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ വർക്ക് പ്ലേസ്. എൻ്റെ സ്പേസ് അകത്താണ്, എന്നാലും ഇതൊന്ന് ഞാൻ പറയും. ഇതിൻ്റെ അകത്ത് ആ ഡോർ കണ്ടില്ലേ, ആ ഡോറിനകത്താണ് എൻ്റെ കൗൺസിലിംഗ് സ്പേസ്. ഞാനിവിടെ സോഷ്യൽ വർക്കർ / കൗൺസിലർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ എനിക്ക് ഞങ്ങൾ ഇവിടെ ഊരിയിട്ടിട്ട് ഈ ഫ്ലോറിൽ ചവിട്ടാൻ പാടുള്ളൂ. കാരണം ഇവിടെ യോഗയൊക്കെ ചെയ്യുന്ന പ്ലേസാണ്. അതുകൊണ്ട് നമ്മളോട് ഷൂ ഇട്ട് ഇങ്ങോട്ട് കയറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മളെല്ലാം ഷൂ എല്ലാം ആ കാർപ്പറ്റിൽ റിമൂവ് ചെയ്തിട്ടിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. ഹായ്, ഞാൻ കണ്ടോ, ഞാൻ ലുക്കിലല്ലേ വന്നേ. പിന്നെ നല്ലൊരു എസ്തെറ്റിക് വൈബുള്ള ഒരു ഓഫീസാണ് എൻ്റേത്. പിന്നെ ഇതാദ്യം കാണിച്ചു തരാം. ഇവിടെയാണ് എൻ്റെ കൗൺസിലിംഗ് സ്പേസ്. കണ്ടില്ലേ, അവിടെ ഞാനിരിക്കും, ഇവിടെ എൻ്റെ ക്ലയൻറ്റ് ഇരിക്കും. അങ്ങനെയാണ് ഞങ്ങളിവിടെ കൗൺസിലിംഗ് ചെയ്യുന്നത്. ഈ ഒരു ആംഗിളിലിരുന്നാണ് കൗൺസിലിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയായി. എൻ്റെ ഇന്നത്തെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. ഞാനതുകൊണ്ട് കമ്പനിയൊക്കെ പൂട്ടി, എന്നിട്ട് ഇപ്പോൾ അടുത്ത ബസ് കയറി അടുത്ത ജോലിക്ക് പോകാനായിട്ട് പോകുകയാണ്. ഞാനിപ്പം കണക്റ്റഡ് ബസ്സാണ് എടുക്കുന്നത്. ഇവിടുന്ന് ഒരു ബസ് എടുത്ത് ടെർമിനലിൽ ഇറങ്ങിയിട്ട് ടെർമിനലിൽ നിന്ന് അടുത്ത ബസ് എടുക്കുകയാണ്. അപ്പം ഞാൻ ടെർമിനൽ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ബസ് ഇതാ വന്നിരിക്കുകയാണ്. നമ്മൾ അറിയത്തില്ല കേൾക്കാൻ പറ്റുമോ നിങ്ങൾക്ക്. നമ്മുടെ ഈ ബസ്സിൽ അങ്ങനെ നാട്ടിലെ പോലെ ക്ലീൻ കണ്ടക്ടറൊന്നുമില്ല. ഇവിടെ ആകെയുള്ളത് ഇങ്ങനെ പോകുന്ന ഒരു മഞ്ഞ വള്ളിയാണ്, ഈ യെല്ലോ വള്ളിയാണ്. ഈ മഞ്ഞ വള്ളിയിൽ നമ്മൾ പിടിച്ച് വലിക്കും, അപ്പോൾ അവർ നിർത്തിത്തരും അടുത്ത സ്റ്റോപ്പിൽ. ഈ അനൗൺസ്മെൻറ്റില്ലേ നമ്മുടെ നാട്ടിലെ മെട്രോയിലൊക്കെ എങ്ങനെയാണോ കേൾക്കുന്നത്, അതുപോലെയാണ് ഇവിടുത്തെ അനൗൺസ്മെൻറ്റ്സ്. അത് ബസ്സിനകത്തുണ്ട്. ഒന്നുകിൽ ഇങ്ങനെ യെല്ലോ വള്ളി പിടിച്ച് വലിക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് സൈനിൻ്റെ ബട്ടണുണ്ട്. ആ ബട്ടണെ പിടിച്ച് നീക്കിയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. നമ്മൾ അറിഞ്ഞാൽ മാത്രം മതി. ഇവിടെ എല്ലാവരും ഞാൻ നാട്ടിലത്തെ ഡിഫറൻസ് ആയിട്ട് കണ്ടിട്ടുള്ളത്, ഇവിടെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ താങ്ക് യു പറഞ്ഞിട്ട് ഇറങ്ങുന്നത്. നമ്മുടെ നാട്ടിലെ ഡ്രൈവേഴ്സിനോടൊന്നും നമ്മൾ താങ്ക് യു പറഞ്ഞില്ല, ഒന്നും പറയത്തില്ല. രണ്ട് കുറ്റം പറഞ്ഞിട്ട് തെറി വിളിച്ചെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ആ സിസ്റ്റമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. ഇതാണ് നമ്മുടെ ട്രാൻസിറ്റ് ടെർമിനൽ എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടാണ് ഒട്ടുമിക്ക ബസ്സുകളും ഇങ്ങനെ നിർത്തിയിടുന്നത്. നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡ് പോലത്തെ ഇവിടുത്തെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബസ് സ്റ്റാൻഡാണ് ഇങ്ങനത്തേത്. അതിനെ നമ്മൾ ടെർമിനൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ്സുകൾ ഓരോന്ന് വരും. ഈ നമ്പറുകൾ കണ്ടില്ലേ, 7SS ഇൻബൗണ്ടെന്നോ ഔട്ട് ബൗണ്ടെന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇത് നോക്കുക, എന്നിട്ട് കറക്റ്റ് ബസ് ഏതാണെന്ന് വെച്ചാൽ അതെടുത്ത് കയറി പോയാൽ മാത്രം മതി. ഇവിടെ അങ്ങനെ ബസ്സിൽ കയറാനായിട്ട് തൊള്ളും മഴക്കൊന്നുമില്ല. നേരെ നേരെ നിൽക്കുക, എന്നിട്ട് ലൈനായിട്ട് കയറുക. വളരെ അച്ചടത്തോടെ ഒക്കെയാണ് നമ്മൾ കയറുന്നത്, അല്ലാണ്ട് ഇടിയും ബഹളമൊന്നുമില്ല. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്സ് അവിടെ കണ്ടോ, ഒരു യെല്ലോ കളർ എഴുതിയിരിക്കുന്നത് കണ്ടോ, ആ ബോർഡിൽ എഴുതി കാണിക്കും. ആ ബോർഡിൽ നമ്മൾ സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്കിനും ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് ബട്ടൺ ഇല്ലേ, അത് ഇതാണ്. ഇങ്ങനത്തെ സ്റ്റോപ്പിനായിട്ടുള്ള റെഡ് ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ പ്രസ് ചെയ്താൽ എൻ്റെ സ്റ്റോപ്പായത് അതെ, എൻ്റെ സ്റ്റോപ്പായപ്പോൾ ഞാനിവിടെ പിടിച്ച് എത്തിക്കഴിഞ്ഞാൽ അവർ സ്റ്റോപ്പ് ചെയ്യും. ആ സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്കിന് അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയാൽ മാത്രം മതി. ഫുൾ പരിപാടിയാണ്. പക്ഷെ നോക്കിയിരിക്കണമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കയറുന്നു. അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പലർക്കും കാനഡയിൽ ആദ്യമായിട്ട് വരുന്നവർക്ക് അങ്ങനെ പറ്റിയിട്ടുള്ളതാണ്. നമ്മൾ സ്റ്റോപ്പ് മിസ്സാക്കും, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ബസ്സിൽ കയറും, ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് എത്തി, ഇറങ്ങട്ടെ. താങ്ക് യു. ഇപ്പം നമ്മൾ ബസ് ഇറങ്ങി, ഇനി നമുക്ക് ജോലിക്ക് നടക്കാം. ഇവിടെ ഇച്ചിരി ഉള്ളു നടക്കാനായിട്ട്. നടക്കുമ്പോഴത്തേക്കിന് നമ്മൾ ജോലി സ്ഥലത്ത് എത്തും. ഓക്കെ, ഞാനീ ആ ജോലി സ്ഥലം കാണിച്ചു തരാം. ഞാനിപ്പോൾ ജോലിക്കൂട്ടം നടന്നപ്പോഴാണ് ഞാനൊരു കാര്യം പറയണം എന്ന് ഓർത്തത്. നമുക്കിവിടെ കാനഡയിൽ പബ്ലിക് പ്ലേസസിൽ റാൻഡമായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല.
ഇവിടെ പെർമിഷൻസ് വേണം ആൾക്കാരുടേത്. അവരുടെ ഫേസ് റിവീൽ ചെയ്യുകയാണെങ്കിലോ അതല്ലെങ്കിൽ നമ്മുടെ കാറിൻ്റെയൊക്കെ നമ്പറൊക്കെ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പം കാറിൻ്റെ നമ്പറൊക്കെ കാണുകയാണെങ്കിൽ ചിലപ്പം അവർക്കത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബൈക്ക് പോയതാണ്. അപ്പം അവർക്ക് നമ്മൾ നമ്പർ പ്ലേറ്റ് അവരുടേത് കാണിച്ചപ്പം അത് അവർക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ദേ ഹാവ് ദ റൈറ്റ്സ് ടു സൂ അസ്. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും കയറി ചെന്ന് ഫ്രീഡത്തിൽ അങ്ങനെ ഫിലിം ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പം നമ്മളൊരു കടയിൽ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്തായാലും കടയിൽ ചെല്ലുമ്പം അവരോട് എനിക്ക് ഒന്നെങ്കിൽ അവിടുത്തെ ഓണറിനോട് അല്ലെങ്കിൽ മാനേജേഴ്സിനോടൊക്കെ പെർമിഷൻ ചോദിച്ചതിന് ശേഷമേ എനിക്ക് ആ കടയുടെ കാര്യങ്ങളൊക്കെ ഫിലിം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എൻ്റെ വീഡിയോസിൽ കാണിക്കാത്തത്. നമുക്ക് പിന്നീട് കുറച്ചും കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ വളർന്നിട്ട് നമുക്ക് കാണിക്കാം. അങ്ങനെ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ഞാനിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എനിക്ക് കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് അടുത്ത് ചെല്ലുമ്പം ഞാനത് കാണിച്ചു തരാം. ഇവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്ന രണ്ടാമത്തെ സ്ഥലം, റെക്സൽ. ഇത് ഒരു ഫാർമസി ആൻഡ് വാക്കിൻ ക്ലിനിക് എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ്. അവിടെ അകത്ത് ഒരു ഷോപ്പിംഗ് ചെയ്യാനൊക്കെ പറ്റുന്ന, അല്ലാത്ത നമ്മുടെ റീറ്റെയിൽ സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ ഞാൻ സെയിൽസ് അസോസിയേറ്റ് / കീ ഹോൾഡറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇതെൻ്റെ സെക്കൻഡ് പാർട്ട് ടൈം. അപ്പോൾ ഇന്ന് എനിക്ക് ഷിഫ്റ്റ് 1 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഉള്ളത്. രാത്രി ചെല്ലുമ്പോഴത്തേക്കിനും ഒരു പരിവാകും ഞാൻ. അങ്ങനെ ഇന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ. എല്ലാവരും ഞങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോകും. ഇപ്പോൾ സമയം രാത്രി 9:30 കഴിഞ്ഞു. എൻ്റെ ഷിഫ്റ്റ് ശരിക്കും 9 മണി വരെ ആയിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 9:30 വരെ നിന്ന് ക്രോസും കൂടി ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 9:30 വരെയായി. ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഇനിയും ബസ്സും കാത്ത് നമ്മളൊരു 5-10 മിനിറ്റ് നോക്കി നിൽക്കും. എന്നിട്ട് ബസ് ഇറങ്ങിയിട്ട് നമ്മൾ നടന്ന് വീട്ടിലേക്ക് പോകും. ഞാനിപ്പം ബസ്സൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ചിങ്ങനെ വീട്ടിലോട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, പെട്ടെന്ന് നമ്മൾ നാട്ടിൽ വെച്ച് കാനഡയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കിന് നമ്മൾ സ്വപ്നം കാണുമല്ലോ എങ്ങനെയായിരിക്കും കാനഡ എന്നൊക്കെ. ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ കാനഡയുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഫുള്ള് ഭയങ്കര വലിയ വലിയ ബിൽഡിങ്ങുകൾ, ഫുള്ള് മഞ്ഞ്, നല്ല രസം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പം ഇതൊന്നും അല്ലെന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമ്മളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അത് അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാനിപ്പോൾ താമസിക്കുന്ന ടൊറൻറ്റോ ഒക്കെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നല്ല സിറ്റിയൊക്കെയാണ്. പക്ഷേ ഇത് ഒരു റൂറൽ ഏരിയയാണ്, സൂസൻ മരി എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ വലിയ ബിൽഡിങ്ങുകൾ കാണാനേ കിട്ടാറില്ല. എനിക്കൊന്നും എനിക്ക് ഇന്നേ വരെ 8 മാസമായി വന്നിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല വലിയ ബിൽഡിങ്ങുകൾ. പിന്നെന്താ, മഞ്ഞ് ആകെ വിൻ്റർ ടൈമിലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ചൂടും മഴയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം കാനഡ എന്ന് നമ്മൾ നാട്ടിൽ വെച്ച് പിക്ചറൈസ് ചെയ്യുന്ന ആ ഒരു ഇമേജേ അല്ല കാനഡ. അത് ജസ്റ്റ് നമ്മുടെ ഇമാജിനേഷൻ മാത്രമാണ്. ഫോട്ടോസിൽ കാണുമ്പം അങ്ങനെയൊക്കെ നമുക്ക് നല്ല രസം എന്ന് തോന്നും. പക്ഷെ ലൈഫ് അത്ര രസമൊന്നും ഉള്ള പരിപാടിയല്ല. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുള്ള വീഡിയോസിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞാനിപ്പം ഇവിടുത്തെ ഓരോ ഷോർട്ട് കട്ട്സൊക്കെ കയറി എൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ടുണ്ട്, ഇടയ്ക്ക് സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വെട്ടം ഉണ്ട്. എന്നാലും ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാ, പിന്നെ എനിക്ക് സംസാരിച്ചാൽ എന്നെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് സംസാരിക്കുന്നത്. ഇനിയിപ്പം വീട്ടിൽ ചെല്ലണം, കുളിക്കണം, എന്തെങ്കിലും കുറച്ച് കഴിക്കണം, എന്നിട്ട് കിടന്നുറങ്ങണം. ഇതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. ഇന്നത്തെ ഒരു ദിവസം പോയി കിട്ടി. എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല, കുറേ ജോലി ചെയ്തു. പൈസ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കി. പക്ഷേ എന്നാലും പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം ഇല്ല. സാലറി കിട്ടുമ്പോൾ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് ആലോചിക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നും. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം കിടന്നുറങ്ങണം. രാവിലെ ഇനി എപ്പോൾ എണ്ണിക്കൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും രാവിലെ വീണ്ടും നാളെ ജോലിക്ക് പോകണം. അപ്പം അതിന് മുമ്പ് കുറച്ച് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ തീർക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കുഞ്ഞി വീഡിയോസ് ആയിരിക്കും ആദ്യമൊക്കെ ഇടുന്നത്. ഒത്തിരി ലെങ്തിലുള്ള എടുക്കാനുള്ള ടൈമും ഇല്ല. അങ്ങനെ എടുക്കാനായിട്ട് എനിക്ക് അറിയത്തുമില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എല്ലാം. അപ്പോൾ ശരി, എല്ലാവർക്കും ഒരു നല്ല ദിവസം വീണ്ടും ഇനി ആശംസിച്ചുകൊണ്ട് ബൈ.